ഞാൻ കിഡ്നി ഫെയിലിയർ ആയിട്ട് എൻ്റെ കോലം കെട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് എൻ്റെ വൈഫ് വളരെ അടുത്ത ഒരാൾക്ക് വേറെ ആർക്കും ഫോർവേഡ് ചെയ്യൂല, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവിന്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി അയാൾക്ക് മാത്രം കൊടുത്തൊരു സാധനമാണ്. അതായത് ഞാൻ ഇതിന്റെ പകുതി വെയിറ്റ് കരിവാളിച്ച് മുടിയൊക്കെ പോയിട്ട് ഉള്ളൊരു പേക്കോലം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫോട്ടോ ഒരാളെ കാണിച്ചു. ഇയാളിത് ലോകത്തുള്ളവർക്ക് മുഴുവനും ഫോർവേഡ് ചെയ്ത് കാണിച്ചു. അല്ല, എനിക്കതിൽ യാതൊരു വിരോധമില്ല. അപ്പൊ എനിക്കെപ്പോഴും അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെത് പ്രചരിച്ചുകൊണ്ടുണ്ടല്ലോ, എപ്പോഴും എൻ്റെ ഒരു നല്ല ഫോട്ടോ ഞാനിങ്ങനെ കുട്ടികളെ പോലെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ഈ പ്രായത്തിൽ ആളുകൾക്ക് തോന്നും എന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യണം. അതെൻ്റെ ഒരു സന്തോഷമാണെന്നേ. ആ സന്തോഷത്തിന്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ പറയണത്, ഒരാൾ ചിലപ്പോൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്യണത് അയാളുടെ സന്തോഷമാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പാടാൻ അറിയില്ല. നമ്മള് പാട്ടിനെ ക്രൂരമായിട്ടൊക്കെ ചില ആൾക്കാരുടെ പാട്ടിനെ നമ്മൾ വിമർശിക്കും. ചില സ്ത്രീകളുടെ ഡാൻസിനെ കുറിച്ച് നമ്മൾ പറയും. അത് അവരുടെ സന്തോഷമല്ലേ എന്ന്. അവരാ സന്തോഷം, അങ്ങനെ അവർ സന്തോഷിക്കുന്നതിന്റെ പിന്നിൽ അവരനുഭവിച്ച ഒരുപാട് വേദനകളുടെ ഒരു ചരിത്രം ഉണ്ടാവും. ചിലപ്പോ മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരു ബാല്യം ഉണ്ടാവും, ഒറ്റപ്പെട്ട ഒരു ജീവിതം ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാവും അവര്. ഒരാള് ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർ കടന്നുപോയിട്ടുള്ളൊരു വഴി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റ്സ് ഇടുന്നത്. അല്ലെ, കറക്റ്റ് അല്ലേ? അത് ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ എന്നെ എന്ത് കമന്റ് ഇട്ടാലും എന്നെ അത് ബാധിക്കാറില്ല. കാരണം എന്റെ സന്തോഷം എന്റെ തീരുമാനമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എങ്ങനെ ഏത് രീതിയിൽ ഇട്ടാലും ബാധിക്കാറില്ല. ഒരുപാട് പേര് നല്ലത് പറയും. ചിലപ്പോൾ ഒരൊറ്റ കാര്യം തന്നെ രണ്ട് രീതിയിൽ നമ്മൾ പറയുമല്ലോ, അമ്മേനെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറഞ്ഞ പോലെ എന്തിനെപ്പോഴും രണ്ടഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയണത്, പക്ഷെ നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളൊരാളെ കുറിച്ച് കമന്റ് ചെയ്യുന്ന ഒരാൾക്കാർ അയാളുടെ മുഴുവൻ സ്റ്റോറിയും മനസ്സിലാക്കാണ്ടാണ് അയാളെ കുറിച്ച് ഓരോന്നും പറയുന്നില്ല. കറക്റ്റ് അല്ലേ സാർ? ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.